വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ജോബ് ന്യൂസുമായിട്ടാണ്. അപ്പോൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. SBIയിൽ 6589 ക്ലർക്ക് ജോലി ഒഴിവുകൾ. അതാണ് നമ്മുടെ ഇന്നത്തെ ജോബ് ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഒഴിവുകളുണ്ട്. നമുക്കറിയാം SBI എന്ന് പറയുന്നത് ഇന്ത്യയിലൊട്ടാകെ പരന്നു കിടക്കുന്ന ഒരു ബാങ്ക് സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളമുള്ള ഒരു ഒഴിവുകളുടെ സാധ്യതയാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ന്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കുക. ഉപകാരപ്രദമായവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ന്യൂസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്ലറിക്കൽ കാഡറിലെ ജൂനിയർ അസോസിയൻറ്റ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് തസ്തികയിൽ 6589 ഒഴിവുകളാണുള്ളത്. ഓഗസ്റ്റ് 26 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, SBIയുടെ വെബ്സൈറ്റിൽ നൽകുന്ന നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ അപേക്ഷിക്കണം. SBIയുടെ സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപേക്ഷിക്കുക. നമ്മൾ ജസ്റ്റ് ഈ ഒരു എന്ത് ചെയ്തത്, ഈ ഒരു ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ന്യൂസിൻ്റെ ഇൻഫർമേഷൻ മാത്രമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, വെബ്സൈറ്റിൽ പോയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അവിടെ ബാംഗ്ലൂർ ഉൾപ്പെടെ തിരുവനന്തപുരം സർക്കിളിൽ 278 ഒഴിവുകളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ഉൾപ്പെടെ 278 ഒഴിവുകളാണുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ. ഒരു സംസ്ഥാനത്തേക്ക് മാത്രം അപേക്ഷിക്കുക. നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് വേറെയും സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിലാണ് വേണ്ടതെങ്കിൽ കേരളത്തിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ സംസ്ഥാനത്തിൽ അപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയണം എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. ഓക്കെ, അത് നിങ്ങൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ശമ്പളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്കെയില് 24,000 മുതൽ 64,000 വരെയൊക്കെ വരുന്നുണ്ട്. യോഗ്യത ബിരുദം അല്ലെങ്കിൽ തത്തുല്യമാണ് ഇവിടെ പറയുന്നത്. പ്രായം എന്ന് പറയുന്നത് 2025 ഏപ്രിൽ 1 20 to 28. ഓക്കെ, അത്രയേ ആവാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതിൽ കവിയാൻ പാടില്ല. 20 മുതൽ 28 വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു തിരഞ്ഞെടുക്കുന്നത്, എങ്ങനെയാണ്? ഓൺലൈനായിട്ട് പ്രിലിമിനറി പരീക്ഷ സെപ്റ്റംബറിലും മെയിൻ പരീക്ഷ നവംബറിലും ഉണ്ടായിരിക്കും ആണ്. പിന്നെ കേരളത്തിൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, കൊച്ചി, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പിന്നെ എവിടെയാണ്, കൊല്ലം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ എക്സാമിൻ്റെ കേന്ദ്രങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ചോദ്യങ്ങൾ എന്താണ്, മലയാളത്തിലും ലഭിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫീസ് 750 രൂപയാണ് പറയുന്നത്. പട്ടിക വിഭാഗം, വിമുക്ത ഭടർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് ഫീസ് ഇല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. വെബ്സൈറ്റ് ഇതാണ്. വെബ്സൈറ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് അന്വേഷിച്ചറിയാവുന്നതാണ്. വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളും അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്രധാനമായിട്ടുള്ള ജോബ് ന്യൂസായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു SBIയുടെ ഒഴിവുകളാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു ചെറിയ ന്യൂസ് കൂടി കിട്ടിയപ്പോൾ അതുകൂടി ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മറ്റൊരു ന്യൂസ് ഇതിൽ പറയുന്നുണ്ട്. ഈ ഒരു ന്യൂസ് ഇത്ര വരെ ഉള്ളൂ കേട്ടോ, ഈ ഒരു SBIയുടെ കാര്യം. ഇനി അതിൽ അടുത്തത് നമ്മൾ ചെറിയൊരു ന്യൂസ് കണ്ടപ്പോൾ അതുകൂടി ഇതിൽ ആഡ് ചെയ്തു എന്നുള്ളതാണ്. കൗൺസിലർ നിയമനം എന്ന് പറയുന്നിട്ടുള്ള ഒരു ജോലിയാണ്. അതെന്ന് വെച്ചാൽ ജില്ലാ പഞ്ചായത്തും സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംയുക്തമായി നടപ്പാക്കുന്ന മൈഗ്രൻ്റ് സുരക്ഷാ പദ്ധതിയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ കൗൺസിലറെ നിയമിക്കുന്നു. സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി എന്നിവയിലുള്ള ബിരുദാനന്തര ബിരുദത്തോടൊപ്പം കൗൺസിലിംഗ് മേഖലയിൽ 1 വർഷ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാമെന്നാണ് പറയുന്നത്. ഇനി താല്പര്യമുള്ളവർ എന്താണ് ചെയ്യേണ്ടത്, ഓഗസ്റ്റ് 19 രാവിലെ 10:30 ജില്ലാ പഞ്ചായത്തിൽ അഭിമുഖത്തിന് എത്തണം. അതിലിവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ ഇതിനുള്ള യോഗ്യരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ തിരക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ജില്ലാ പഞ്ചായത്തും സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംയുക്തമായി നടപ്പാക്കുന്ന മൈഗ്രൻ്റ് സുരക്ഷാ പദ്ധതിയിലെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ കീഴിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ യോഗ്യത ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെടുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്കും കൂടി ഈ ഒരു ന്യൂസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഒരു ജോലി എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോരുത്തരുടെയും ലൈഫിൽ നമുക്കറിയാം അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.